ഹായ് ഗൈസ്. അപ്പം നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നൊരു വിഷയം, നമുക്ക് യൂട്യൂബ് ചാനലിൽ റവന്യൂ ഉണ്ടാക്കി തുടങ്ങണമെങ്കിൽ, അതേപോലെ തന്നെ റവന്യൂ ഏൺ ചെയ്യണമെങ്കിൽ നമുക്ക് അതിനായിട്ട് മെയിൻ ആയിട്ട് വേണ്ടത് രണ്ട് ഘടകമാണ്. നമുക്ക് ഈ മോണിറ്റൈസേഷൻ പോളിസി ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആകണമെങ്കിൽ 1000 സബ്സ്ക്രൈബറും അതേപോലെ തന്നെ 4000 വാച്ച് അവർ, അതല്ലെങ്കിൽ 10 മില്യൺസ് ഷോർട്സ് വ്യൂസ് എന്നിവ ക്രൈറ്റീരിയയിൽ കംപ്ലീറ്റ് ആകേണ്ടതാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് നമുക്ക് ഈസി ആയിട്ട് 4000 വാച്ച് അവർ ഉണ്ടാക്കുക എന്നുള്ള ഒരു വിഷയത്തെക്കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഞാൻ തംബ്നെയിലിൽ കൊടുത്തതുപോലെ തന്നെ തംബ്നെയിലിൽ ഉള്ളത് വെറുതെ ഒരു തള്ളല്ല, യഥാർത്ഥമായ കാര്യമാണ്. നമുക്ക് സിമ്പിളായിട്ട് തന്നെ 4000 വാച്ച് അവർ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ അത് എങ്ങനെ എന്നുള്ളതാണ് ഇന്നത്തെ ഒരു ടിപ്സ്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണുക. സ്കിപ്പ് ചെയ്തു പോയാൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുകയില്ല. അത് കാരണത്താൽ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് 4000 വാച്ച് അവർ നമുക്ക് ഈസിയായി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ, അപ്പോൾ അതിന് വിശദമായിട്ട് തന്നെ പറയാൻ സാധിക്കും. നമ്മൾ സ്ഥിരമായിട്ട് വീഡിയോ ഇടുക. ഒരു വീഡിയോ, 2 വീഡിയോ അല്ലെങ്കിൽ 3 വീഡിയോ ഒന്നും ഇട്ടിട്ട് നമ്മൾ നിർത്തരുത്. മാക്സിമം നമ്മൾ ഒരു 50-60 വീഡിയോ കണ്ടിന്യൂ ആയിട്ട് നമ്മൾ ഇട്ടുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ ഒരു വീഡിയോ അല്ലെങ്കിൽ 2 വീഡിയോ ഇട്ടിട്ട് നമുക്ക് വാച്ച് അവർ ഒന്നും കാണാത്തത് കൊണ്ട് ഒരിക്കലും നമ്മൾ ആ യൂട്യൂബിലെ ആ ജേർണി അവസാനിപ്പിക്കരുത്. അപ്പോൾ 50 വീഡിയോ 60 വീഡിയോ ഒക്കെ നമ്മൾ കണ്ടിന്യൂ ആയിട്ട് സ്ഥിരമായിട്ട് ഇട്ടുകൊണ്ടിരിക്കുക. പിന്നെ നമ്മൾ വീഡിയോസിൽ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വിചാരിച്ചാൽ, നമ്മൾ മാക്സിമം വീഡിയോ ലെങ്തി ആയിട്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, നമുക്കൊരു 20 മിനിറ്റുള്ള ഒരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ആ വീഡിയോസിൽ നമുക്കൊരു 25,000 അല്ലെങ്കിൽ 20,000 വ്യൂസ് വന്നു എന്ന് കരുതുക. യൂട്യൂബിൽ ഇന്നത്തെ കാലത്ത് നിങ്ങൾക്ക് യൂട്യൂബിൽ നോക്കിയാൽ കാണാം, ഒരു വീഡിയോ തന്നെ ഒരു ദിവസം കൊണ്ട് തന്നെ മില്യൺസിൽ എത്തുന്ന വീഡിയോസുകളുണ്ട്. അപ്പം നമ്മൾ നോക്കേണ്ട ഒരു കാര്യം, നമുക്ക് മില്യൺസ് വ്യൂസ് ഒന്നും വേണ്ട, നമുക്കൊരു ആവറേജ് ഒരു 20,000 വ്യൂസ് കിട്ടും എന്ന് വിചാരിക്കുക ഒരു 20 മിനിറ്റുള്ള വീഡിയോസിന്. അപ്പോൾ അങ്ങനെ നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഈ 20 × 20,000 എന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും 4 ലക്ഷം മിനിറ്റായി. നമുക്ക് ആകെ വേണ്ടത് എത്രയാണ്? 2,40,000 മിനിറ്റാണ്. അപ്പം നമ്മൾ 20 മിനിറ്റുള്ള ഒരു വീഡിയോ ഇട്ടു. ആ വീഡിയോയ്ക്ക് നമുക്ക് ഒരു ആവറേജ് ഡ്യൂറേഷൻ 15 മിനിറ്റ് ആണെന്ന് സങ്കല്പിക്കുക. ഈ 15 മിനിറ്റ് ആണെങ്കിൽ തന്നെ നമുക്ക് 20,000 × 15 എന്ന് കണക്ക് കൂട്ടുമ്പോൾ നമുക്ക് ഏകദേശം ഒരു 3 ലക്ഷം വ്യൂസ് കിട്ടും, 3 ലക്ഷം മിനിറ്റ്സ് കിട്ടും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത്, അപ്പോൾ മില്യൺസ് വ്യൂസ് വരുന്ന വീഡിയോസുകൾ ഡെയിലി മില്യൺസ് വ്യൂസുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് തന്നെ ഒരു ദിവസം കൊണ്ട് തന്നെ ഈ വാച്ച് ടൈം കംപ്ലീറ്റ് ആക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കും. അപ്പോൾ അതിന് വേണ്ടത് എന്താണെന്ന് വിചാരിച്ചാൽ, നമ്മൾ സ്ഥിരമായിട്ട് വീഡിയോ ഇടുക എന്നുള്ളതിൽ യാതൊരു വിട്ടുവീഴ്ചയും വരുത്തരുത്. അതേപോലെ തന്നെ വീഡിയോ ലെങ്തായിട്ട് തന്നെ ഇടുക. ആ ലെങ്തായിട്ട് ഇടുമ്പോൾ നമ്മളുടെ പ്രോപ്പർ ഓഡിയൻസിൽ എത്തുന്ന സമയത്ത് നമുക്ക് ഒരൊറ്റ വീഡിയോ മതി, ഒരൊറ്റ ദിവസം മതി, അല്ലെങ്കിൽ ഒരു 2 ദിവസം മതി നമുക്ക് ഈ 4000 വാച്ചുകൾ കംപ്ലീറ്റ് ആകാനായിട്ട്. അപ്പോൾ ഇത്രയും നിസ്സാരമായ ഒരു കാര്യമാണ് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മളൊന്ന് മെനക്കെട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ ഈ 4000 വാച്ചുകൾ എന്നുള്ളത് എളുപ്പത്തിൽ സാധിക്കും. അപ്പോൾ നമ്മൾ അതിന് കുറച്ച് മെനക്കെടണം. അതേപോലെ തന്നെ നമ്മൾ ഏത് കാറ്റഗറിയിൽപ്പെട്ട വീഡിയോ ആണ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കി ആ കാറ്റഗറിയിൽ പെടുന്ന ചാനലുകൾ, ഏറ്റവും കൂടുതൽ വ്യൂസ് വന്ന ചാനലുകൾ സെർച്ച് ചെയ്ത് അതിൽ നിന്ന് അവർക്ക് കിട്ടിയ വ്യൂ എങ്ങനെയാണ്, അതല്ലെങ്കിൽ ആ വീഡിയോ എങ്ങനെയാണെന്ന് വാച്ച് ചെയ്തിട്ട് അതേപോലെ തന്നെ നമ്മളുടേതായ രീതിയിൽ ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഈ വാച്ച് അവർ നേടാൻ സാധിക്കും. അപ്പം ന്യൂ യൂട്യൂബേഴ്സ് പ്രത്യേകിച്ചും ശ്രദ്ധിക്കുക. നമുക്ക് എന്താണെന്ന് വിചാരിച്ചാൽ, നമ്മളിങ്ങനെ വെറുതെ വീഡിയോ ഇട്ടതുകൊണ്ട് കാര്യമില്ല. നമ്മൾ അടിപൊളിയായിട്ട് നല്ല കണ്ടന്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരൊറ്റ ദിവസം അല്ലെങ്കിൽ 2 ദിവസം കൊണ്ട് തന്നെ നമുക്ക് ഈ വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഈ വിഷയം, ഈ ട്രിക്സ് ഒന്ന് പരീക്ഷിച്ച് നോക്കുക. അപ്പോൾ എല്ലാവരുടെയും ചാനൽ ഇത് വർക്കായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ എല്ലാവരും ഈ ട്രിക്സ് ഒന്ന് പരീക്ഷിച്ച് നോക്കുക. നമുക്ക് കൂടുതലൊന്നും വേണ്ട, ഒരു വീഡിയോ നമുക്ക് വൈറലായാൽ മതി, നമ്മളുടെ ചാനൽ മോണിറ്റൈസ്ഡ് ആകും. അപ്പോൾ ഈ 4000 വാച്ച് അവർ എന്ന് പറയുന്നത് അത്ര നിസ്സാരപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ എല്ലാവരും ഇന്ന് മുതൽ സ്ഥിരമായിട്ട് വീഡിയോ ഇടുക.
അതോടൊപ്പം തന്നെ നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ നല്ല കണ്ടൻറ്റുകൾ തിരഞ്ഞെടുക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അറിയാത്തവരിലേക്ക് വീഡിയോ ഷെയർ കൂടി ചെയ്തു കൊടുക്കുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ജയ് ഹിന്ദ്.